ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ഉരീദായ സലാഹ യുവഫിഖില്ലാഹു ബൈനഹുമാ. വധുവിന്റെയും വരന്റെയും കുടുംബത്തിൽ നിന്ന് ചർച്ച ചെയ്യുന്നതാകുന്ന ആളുകൾ, രണ്ട് കൂട്ടരിൽപ്പെട്ടതാകുന്ന ആളുകളും സുൽഹിനെ ലക്ഷ്യം വെക്കുന്നവരാകണേ. അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ട പെണ്ണും ചെക്കനും ഒരുമിക്കണമെന്ന് നീയത്ത് വെക്കുന്നവരാകണേ. അല്ലാത്തവരെ കൊണ്ടുപോയി നിങ്ങൾ ചർച്ചയ്ക്കിരുത്തരുത്. ആ ചർച്ച അലസുമേ. ആ ചർച്ചയ്ക്ക് കൊണ്ടുപോകുന്ന രണ്ട് കൂട്ടരുള്ള ആളുകൾ പരിപൂർണമായി പാവപ്പെട്ട പെണ്ണും ചെക്കനും എങ്ങനെയെങ്കിലും ഒരുമിക്കണേ എന്ന് നീയത്ത് വെക്കുന്നവരാകണേ. അങ്ങനെയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ യോജിപ്പ് കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ചർച്ച ചെയ്യണ്ട, പോയാ മതി, അവർക്കിടയിൽ യോജിപ്പ് കൊടുക്കും. അങ്ങനെ ഖുർആൻ പറയും. ഈ ഉരീദ ഇസ്ലാഹ നിയ്യത്ത് എന്തായിരിക്കണം? ഇവരെങ്ങനെയെങ്കിലും ഒരുമിക്കണം എന്നുള്ള നിയ്യത്തായിരിക്കണം. ആ നിയ്യത്ത് വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് പോയിരുന്നാൽ മതി. അത് ഒരുമിപ്പിക്കുന്ന കാര്യം ആരേറ്റ്? അല്ലാഹു ഏറ്റ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം ഇത് കുട്ടിക്കളിയല്ല. ഇവ രണ്ടുപേരെ ചർച്ച ചെയ്ത് ത്വലാഖിലേക്ക് എത്തിക്കുന്ന ആളുകൾക്ക് മുഴുവനും നാശമാണ്. വല്ലാഹി നാശമാണ്. 4 രീതിയിലുള്ള ഓപ്ഷനുകളെ ഞാൻ എന്റെ പ്രിയപ്പെട്ട അഴീക്കോട് ചെട്ടിയിലുള്ള ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തി. നിന്റെ ഭാര്യ നിന്നോട് പിണക്കം വെച്ചാൽ ആദ്യം ത്വലാഖിലേക്ക് എടുത്തു ചാടുകയല്ല വേണ്ടത്. ആദ്യം നല്ല സതുപദേശം കൊടുക്കുക. എന്നിട്ട് റെഡിയായില്ലെങ്കിൽ അവളുമായി ശാരീരിക ബന്ധത്തിൽ വേർപെടുത്തുക. മൂന്നാമതായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, മുറിവ് പറ്റാത്ത നിലയിൽ അടികൊടുക്കുക. എന്നിട്ടും വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, എന്നിട്ടും നന്നായില്ലെങ്കിലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കുടുംബക്കാരുമായി നിന്റെ കുടുംബക്കാർ തമ്മിൽ ചർച്ച ചെയ്യട്ടെ. ആ ചർച്ചയ്ക്ക് പോകുന്ന ആളുകൾ ദീനി ബോധമുള്ളവരാകട്ടെ, നല്ല നിയ്യത്തുള്ളവരാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ ജമ്മിതിയിലേക്ക്, ഒത്തൊരുമയിലേക്ക്, ഐക്യപ്പെടുന്നവരിലേക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി ആ ചർച്ച ചെയ്തു, ആ ചർച്ച അലസി എന്ന് പറഞ്ഞാൽ അവസാനം ആ ചർച്ച ഒരു നിലയ്ക്കും ഈ പെണ്ണുമായി മുന്നോട്ട് പോകാൻ പറ്റൂല. എങ്കിൽ അവിടെയാണ് പുരുഷന്റെ മേൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ത്വലാഖ്. 5ാമത്തെ ഘട്ടമാണ് ത്വലാഖ്. ഇത് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം, ത്വലാഖ് മറ്റേ മറിച്ച ത്വലാഖ് ഇങ്ങനെയാണെന്ന് പറയാം. എന്ത് ത്വലാഖ്? ഇതിനു മുമ്പ് ഈ ഘട്ടങ്ങൾ പഠിക്കണ്ടേ? ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ത്വലാഖ്. അല്ലാതെ ആദ്യം തന്നെ ത്വലാഖിലേക്കല്ല. ഇത് ലോകത്തൊരു മതം ഇതുപോലെ വ്യക്തമാക്കുന്നില്ല. ലോകത്തൊരു മതം. ഇവിടെ പലരും പറയുന്നുണ്ടല്ലോ, മുത്തലാഖിനെ പറ്റി മുസ്ലിമീങ്ങൾക്ക് തെറ്റുപറ്റി, മുസ്ലിം സഹോദരങ്ങൾക്ക് തെറ്റുപറ്റി, പാവപ്പെട്ട മുസ്ലിം സഹോദരിമാരെ അകാരണമായിട്ട് മുസ്ലിമീങ്ങൾ തലാഖ് ചെല്ലുകയാണ്, അതിന് പണ്ഡിതന്മാർ ഓശാരപാടുകയാണ്, ഉലമാക്കൾ അതിനെതിരെ ഇന്നുവരെ ആരും ഒന്നും സംവദിക്കുന്നില്ല. എടോ, 1400 വർഷം മുമ്പ് പരിശുദ്ധ ഖുർആൻ വ്യക്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വർത്തിക്കേണ്ടത് ആദ്യമായ രീതിയിൽ ത്വലാഖ് മുഖേനയല്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഇതര സമുദായത്തിലെ സുഹൃത്തുക്കളോടും ഇതിനെതിരെ ശബ്ദിക്കുന്നതാകുന്ന ആളുകളോടും, അത് രാഷ്ട്രീയ പ്രമുഖരാകട്ടെ, അവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്കും ഇവിടെ ഇരിക്കുന്ന സാത്വികരാകുന്ന ഉലമാക്കൾക്കും പണ്ഡിതന്മാർക്കും പണ്ഡിത പ്രഭുക്കൾക്കും ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. എന്താണത്? നിങ്ങളുടെയൊക്കെ മതത്തിൽ, വിശുദ്ധ ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മതത്തിൽ സ്വന്തം ഭാര്യയോട് പിണക്കം വെച്ചാൽ ആദ്യം വർത്തിക്കുന്ന രീതി എന്താ? നമ്മുടെ മതത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? മാന്യമായി ഉപദേശിക്കണം. 2ാമത് പറഞ്ഞു ശാരീരിക ബന്ധത്തിൽ വേർപെടുത്തണം. 3ാമത് പറഞ്ഞു മുറിവ് പറ്റാത്തതിൽ അടിക്കണം. 4ാമത് പറഞ്ഞു ചർച്ച ചെയ്യണം. 5ാമതാണ് പറഞ്ഞത് 1ാം തലാഖ്. 3ാം തലാഖല്ല, 1ാം തലാഖ്. അതൊക്കെ പഠിപ്പിച്ചു തരാം. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ആയി തന്നെ എന്താ ചെയ്യുന്നത്? ഭാര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ കാലുകൊണ്ട് ഒറ്റ ചവിട്ട് ഇറങ്ങിപ്പോടി, നേരെ കൊണ്ട് അല്ലാഹ് ഖലാസ്. അതിനാണ് തലാഖ്, വിവാഹമോചനം. 50ഓളം സിനിമാ നടീനടന്മാര് വിവാഹമോചനം നടത്തിയില്ലേ? എന്റെ കേരളക്കരയിലുള്ള മുത്തലാഖിനെതിരെയുള്ള സംവാദങ്ങൾ നടക്കുമ്പോ അവരാരും ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്താണ്? 50ഓളം സിനിമാ നടന്മാര് അവസാനം ഒന്ന് കഴിയുമ്പോ വേറൊന്ന്. മഞ്ജു വാര്യർ കഴിയുമ്പോൾ കാവ്യ മാധവൻ. സൗന്ദര്യമുള്ളതിനെയും ശാരീരിക ബോഡിയുള്ളതിനെയൊക്കെ നോക്കി പിന്നെ വിവാഹം കഴിക്കാം. മെലിഞ്ഞതിനെയൊക്കെ വേണ്ട, ഔട്ട്, പൊയ്ക്കോ. ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ വിഷയങ്ങൾ എടുത്തിട്ട് പറയുമ്പോൾ ആർക്കെങ്കിലും ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ചിന്തിക്കാത്തത്. ഒന്നല്ല 50ഓളം. നിങ്ങൾ യൂട്യൂബിൽ ചുമ്മാ ഒന്ന് പരതിയാൽ മതി. യൂട്യൂബിൽ ചുമ്മാ ഒന്ന് കയറിയിട്ട് നോക്കണം എത്ര നടിമാരാണ് ഈ രീതിയിൽ പോയിട്ടുള്ളത്, വിവാഹമോചിതരായിട്ടുള്ളത്.
അടിച്ചു നോക്ക്, അപ്പൊ കാണിച്ചു തരും. വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ 50-60 നടിമാർ. 50 അവര് പറയുന്നത് പഴയകാല നടന്മാരും ഉൾപ്പെടെ വിവാഹം കഴിച്ചിട്ട് പോയിട്ടുള്ള വിവാഹ മോചന കേസ്. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും അവരുടെ പുറകെ നമ്മൾ നിൽക്കുന്നു മുസ്ലിം സഹോദരങ്ങൾ. അള്ളാഹു ആക്കട്ടെ. അവര് പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കി പിടിക്കും. ഉസ്താമാര് പറയുന്നത് ആർക്കൊന്നുമില്ല, ദീൻ പറയുന്നത് ആർക്കൊന്നും വേണ്ട. എവിടെ എത്തിപ്പോയി? അള്ളാഹു നമ്മളെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഇസ്ലാമിനോട് വ്യക്തമാക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, തലാഖ് ചെല്ലുന്നവന് അള്ളാഹുവിന്റെ ദീനിൽ ഒരു കൂലിയും അവന് നൽകുന്നില്ല. ചില ആളുകൾ പറയും മുത്തലാഖിനെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നു മതത്തിൽ നിന്ന്. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ തലാഖ് ചെല്ലാൻ ഒരു പെണ്ണിനെ തലാഖ് ചെല്ലാൻ നിനക്ക് 10 സ്വർഗമുണ്ടോ എന്ന് ഏതെങ്കിലും ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? എന്ത് വിട്ടിത്തായി പറയുന്നത്? എടാ, ത്വലാഖ് ചെല്ലുന്ന ഒരു പുരുഷൻ ഒരു പാവപ്പെട്ട പെണ്ണിനെ ത്വലാഖ് ചെല്ലുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ലോകത്ത് ഏത് മതത്തിന് വിശുദ്ധ ഇസ്ലാം അല്ലാതെ വേറെ ഏത് മതത്തിന് ഇത് അവകാശപ്പെടാൻ സാധിക്കും? ഒരു മതത്തിനും ഇല്ല. ബാക്കിയുള്ള മതത്തിലേക്ക് വിവാഹമോചനമാണ് ആദ്യം തന്നെ. വിശുദ്ധ ഇസ്ലാം ആ 4 കാര്യങ്ങൾ പറഞ്ഞു. ആ 4 എണ്ണം കഴിഞ്ഞിട്ട് വീണ്ടും 5ാമതായി പറയുന്നത് 3 തലാഖല്ല, 1-ാം തലാഖാണ്. 1-ാം തലാഖ്. അത് കഴിഞ്ഞ് 2-ാം തലാഖ്. അത് കഴിഞ്ഞിട്ടാണ് 3-ാം തലാഖ്. ഇതൊക്കെ പഠിക്കണ്ടേ? ലോകത്തൊരു മതത്തിലും അതിന് അങ്ങനെ 3 തലാഖ് അതൊക്കെ പറഞ്ഞുതരാം. അത് പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യം ഇതെന്തിനാണ്? ഏത് ഉപദേശം? അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ വേർപെടുത്തുക. അതെന്താണ്? അത് സമയമെടുത്ത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യണം. അഥവാ ഭാര്യയെ നിന്റെ സ്വന്തം ഭാര്യയാണ്, ഇണയാണ്, സഖിയാണ്, അവളെ വേഗം തന്നെ നീ ഒഴിവാക്കാൻ പാടില്ല. അവളുമായിട്ട് നീ വീണ്ടും പിന്നെയും എങ്ങനെയെങ്കിലും ഒരുമിക്കാൻ കഴിയുമെങ്കിൽ ഒരുമിച്ച് തന്നെ പോകണം. അതിനുള്ള ഓപ്ഷനുകളാണ് വിശദീകരിച്ചത്. വേറെ ഒരു മതത്തിലുമില്ല. അതിൽ തന്നെ 1-ാം തലാഖ് ചെല്ലുമ്പോൾ തന്നെ ഉലമാക്കൾ വ്യക്തമാക്കുന്നു, 1-ാം തലാഖ് ചെല്ലുന്ന സന്ദർഭത്തിൽ തന്നെ പെണ്ണിന് ശുദ്ധി ഉണ്ടായിരിക്കൽ അനുവദനീയമാണ്. ഇവിടെ ശ്രദ്ധിക്ക്. തലാഖ് ഇഷ്ടം പോലെ ഉണ്ട്. പഠിപ്പിച്ചുതരാം. തലാഖ് തന്നെ ഉണ്ട്. സുന്നി, ബിദ്ഈ, കറാഹി, ഹറാം തുടങ്ങിയ വിഷയങ്ങൾ തലാഖിന് തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഘട്ടങ്ങളുണ്ട്. ഉലമാക്കൾ വ്യക്തമാക്കുകയാണ്. ഇതിൽ സുന്നിയായ ത്വലാഖ് എന്ന് പറഞ്ഞാൽ, അഥവാ ഏറ്റവും നല്ല രീതിയിലുള്ള ത്വലാഖ്, വിവാഹമോചനം എന്ന് പറഞ്ഞാൽ അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചെയ്തിട്ട് ഉപദേശിച്ചു നോക്കി, ശാരീരിക ബന്ധത്തിൽ വേർപെടുത്തി നോക്കി, അടിച്ചു നോക്കി, മുറിവ് പറ്റാൻ അടിച്ചു നോക്കി, അതിനുശേഷം ചർച്ച ചെയ്ത് നോക്കി. ഇതെല്ലാം ഒരുപാട് കാലങ്ങൾ ചെയ്തു നോക്കി, എന്നിട്ടും റെഡിയാകുന്നില്ല എങ്കിലാണ് ത്വലാഖ്. ഇത് തന്നെ ചെയ്യുന്നത് ഒറ്റ രാത്രി കൊണ്ടല്ല. അതും മനസ്സിലാക്കണം. 4 കാര്യങ്ങൾ ഉസ്താദ് ചെയ്യണമെന്ന് പറഞ്ഞു. നിന്നെ എനിക്ക് തലാഖ് ചെല്ലുകയും വേണം. എന്നാൽ പിന്നെ വേഗം ഒരു 5 മിനിറ്റ് കൊണ്ട് ഇവിടെ 5 മിനിറ്റ് ഉപദേശം, എന്റെ 10 മിനിറ്റ് ചവിട്ടി മാറ്റി നിർത്തിയിട്ട് മാറിക്ക്, കടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തി, മുഖത്തൊരടി കൊടുത്തു, മുറിവ് പറ്റുന്നില്ല, റാഹത്ത്, ഓക്കെ. അത് കഴിഞ്ഞു വാപ്പായെ വിളിക്കും, ഉപദേശിച്ച് 10 മിനിറ്റ്, അന്ന് രാത്രി തന്നെ 1-ാം തലാഖ്. പറ്റുമോ? അതല്ല ഈ പറയുന്നത്. ഇതൊക്കെ മാസങ്ങൾ, ദിവസങ്ങൾ, വർഷങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ഇത്രത്തോളം പറയുന്നത്. ഭാര്യ തലാഖ് ചെല്ലാൻ അല്ല ഈ പറയുന്നത്. അവൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണ് എങ്കിൽ ഈ രീതിയിൽ വർത്തിക്കണം. 1-ാം തലാഖ് ചെല്ലുമ്പോൾ പെണ്ണിന് ശുദ്ധി ഉണ്ടാവണം. അഥവാ അശുദ്ധിയുടെ കാലഘട്ടത്തിലാകരുത്. ആർത്തോ പീരീഡ് ടൈമിലാകാൻ പാടില്ല, അശുദ്ധിയുടെ കാലഘട്ടത്തിലാകാൻ പാടില്ല. എന്ന് മാത്രമല്ല, ആ ശുദ്ധിയുള്ള കാലഘട്ടത്തിൽ തന്നെ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും പാടില്ല. ഇതൊക്കെ ഫുഖഹാക്കൾ വ്യക്തമാക്കുകയാണ്, പണ്ഡിതന്മാര് പഠിപ്പിക്കും. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അനുസരിച്ച് ഇമാം നവവി തങ്ങളെ ശറഹുൽ മുഹദ്ദബിലൂടെ വ്യക്തമാക്കുകയാണ്, അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ആ അശുദ്ധിയുടെ ആ ശുദ്ധിയുള്ള കാലയളവിൽ ബന്ധപ്പെട്ടതുമാകരുത് എന്ന് പറഞ്ഞാൽ, ശുദ്ധിയുള്ള കാലയളവാണ് പെണ്ണിന്. ആ കാലയളവിൽ അവളുമായി ബന്ധപ്പെട്ട് ഉടനടി തന്നെ ഭർത്താവ് തലാഖിലുമോ പെണ്ണിനൊരു മാനസിക വിഷമം. കാരണം എന്താണ്? ഞാനുമായി കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടിട്ട് എന്നെ പെട്ടെന്ന് തലാഖ് ചൊല്ലിക്കളഞ്ഞല്ലോ ഇദ്ദേഹം. അതുകൊണ്ട് ആ പെണ്ണിനെ അങ്ങനെ മനോവിഷമത്തിലേക്ക് പോലും നീ കൊണ്ടുപോകരുത്. വിശുദ്ധ ഇസ്ലാം. ലോകത്ത് ഇതുപോലൊരു മതം ഇല്ലെന്ന്, ഇതുപോലൊരു ആശയം പറയുന്ന മതം വേറൊന്നുമില്ല. ഇത് പഠിക്കണം. ഇത് പഠിക്കാത്തതുകൊണ്ടാണ് നമ്മളും ഇങ്ങനെ ടിവിയിലൊക്കെ ചാനൽ മുത്തലാഖ്. ശരിയാണല്ലോ, മുത്തലാഖ് എന്താണിത്? അയ്യോ, ഇത്രത്തെ വലിയ പാതകം, വലിയ തെറ്റാണിത്. ശരിയാണ് ഈ പറയുന്നത് കേട്ടോ. കുറെ വിവരമില്ലാത്ത ആളുകൾ തട്ടയിട്ടതാകുന്ന സഹോദരിമാർ ഉൾപ്പെടെ കയറി എന്നിട്ട് ഇങ്ങനെ പറയുക, ദീനിനെതിരെ ഇങ്ങനെ പറയുക, തലാഖൊന്നും ഖുർആനിലില്ല, ഹദീസിലില്ല. ഖുർആൻ പഠിക്കണ്ടേ? ഇവിടെ ഖുർആനിലൊരു സൂറത്ത് തന്നെ ഇല്ലേ, അത്തലാഖ്. അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിലൊരു സൂറത്തിന്റെ പേരെന്താണ്? അത്വലാഖ്. അത് പഠിച്ചു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം ഇതുപോലെ കുറെ വിവരമില്ലാത്ത ആളുകൾ ഇറങ്ങി വരും.
തലാഖിനെ കുറിച്ചൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. കുറെ ആളുകൾ പറയുക, ചാനലിൽ കരുന്നിട്ട് ഒരു വിവരമില്ലാതെ പറയാണ്, ഒന്ന് ലോകം കാണുന്നില്ല. എന്താണ് ഈ പറയുന്നത്? അത് തട്ടയിട്ട മുസ്ലിം സഹോദരിമാർ ഇത് കേൾക്കുമ്പോൾ അന്യമതസ്ഥരാകുന്ന ആളുകൾ വരെ ഊറിച്ചിരിക്കുകയാണ്. അവരൊക്കെ പറയാം, കണ്ടതാ ആ താത്ത പറയുന്നത് കണ്ടോ, തലാഖൊന്നും മുസ്ലിം ഇല്ല, കുറെ ഉസ്താദുമാർ കെട്ടിച്ചമച്ചാണെന്ന്. ഖുർആനില്ലേ? ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ അത്വലാഖ് എന്നാണ്. ഒരു സൂറത്തിന് പേരിട്ടിരിക്കുകയാണ്. 114 സൂറത്തെ ആകുള്ളൂ, അതിലൊരു സൂറത്തിന്റെ പേര് തന്നെ അത്വലാഖ്. ആയത്തിൽ തന്നെ മുഴുവനും പ്രതിപാദിക്കുന്നത് ത്വലാഖുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ തന്നെ ഖുർആൻ പറയുന്നത് എന്താണ്? ഖുർആൻ പറയുന്നത് എന്താണ്? മൂന്നാം തലാഖ് എന്ന് ഖുർആൻ പറയുന്നതേ ഇല്ല. കാരണം അതിലേക്ക് നിങ്ങൾ എത്തരുത് എന്നുള്ളതാണ് ഖുർആൻ വ്യക്തമായി സൂചന നൽകുന്നത്. ചില ആളുകൾ അതാ പിടിക്കുന്നത്, മൂന്നാം തലാഖ് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന്. ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നല്ല, ഖുർആൻ പറഞ്ഞത് വ്യക്തമായ രീതിയിലല്ല, അത് ഒളിച്ചും മറച്ചുമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? ആ മൂന്നാം തലാഖിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല, രണ്ടുകൊണ്ട് നിങ്ങൾ മതിയാക്കണം. കാരണം രണ്ടുകൊണ്ട് മതിയാക്കിയാലുള്ള ഗുണങ്ങൾ എന്താണ്? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ശുദ്ധിയുള്ള കാലഘട്ടത്തിൽ നീ അവളെ ത്വലാഖ് ചൊല്ലിയാൽ അവൾക്ക് പിന്നെ ഒരു മാസക്കാലയളവ് അവൾക്കുണ്ടാകുന്നത് 3 ശുദ്ധിയുടെ കാലയളവിൽ അതിന് മുമ്പായിട്ട് അവളെ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാലയളവ്, ഇദ്ദയുടെ കാലയളവ് ഉലമാക്കൾ നിനക്ക് നൽകുകയാണ്. ആ കാലയളവിനുള്ളിൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റും. എങ്ങനെ തിരിച്ചെടുക്കാം? നിന്നെ ഞാൻ ഒന്നാം തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധിയുള്ള കാലയളവിൽ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലി മാറ്റി നിർത്തുകയും ഒരു മാസക്കാലയളവിൽ തന്നെ ആ പെണ്ണിനെ ഞാൻ ത്വലാഖ് ചൊല്ലിയല്ലോ എന്നുള്ളതാകുന്ന ഖേദം അവന്റെ മനസ്സിൽ രൂഢമൂലമാകുന്ന സമയത്ത് പെണ്ണിനെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ട് റജഅതുകി, നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഒറ്റ പദത്തിലൂടെ ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റും. ഇത് ഒന്നാം തലാഖിലൂടെയും രണ്ടാം തലാഖിലൂടെയും പറ്റുന്നതാണ്. ഈ 2 തലാഖും ചൊല്ലി അത് കഴിഞ്ഞിട്ടും പിന്നെയും അവന്റെ പ്രിയപ്പെട്ട ഭാര്യ പിന്നെ അവൻ 3ആം തലാഖ് വീണ്ടും ചെല്ലുകയാണ് എങ്കിൽ ത്വലാഖ് കളിതമാശയല്ല. ത്വലാഖ് 3ആമത്തെ ചെല്ലുന്നതോടുകൂടി അവൻ ആ പെണ്ണ് ഹറാമായി തീരുന്നതാണ്, അന്യ പെണ്ണായി തീരുന്നതാണ്. ചെല്ലുമ്പോ തന്നെ എങ്ങനെ അല്ലണം? പെണ്ണിന് ശുദ്ധി ഉണ്ടായിരിക്കണം. ആ ശുദ്ധിയിൽ തന്നെ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമാകരുത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖുർആൻ പറഞ്ഞത് 3 തലാഖ് എന്ന് പറഞ്ഞില്ല, 2 തലാഖ് എന്ന് എടുത്തു പറഞ്ഞു. കാരണം എന്താണ്? മടക്കിയെടുക്കാൻ പറ്റുന്ന ത്വലാഖ് 2 എണ്ണമാണ്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടതും. അതിലേക്ക് നിങ്ങൾ പോയാൽ മതി എന്ന അർത്ഥത്തിലുമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്വലാഖു മറതാൻ, അത്വലാഖു മറതാൻ, ഫഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഹ്സാൻ വലാ യഹില്ലു ലക്കും അൻ തഅഖുദൂ മിമ്മാ ആതൈതുമൂഹുന്ന ശൈആ ഇല്ലാ യഖാഫാ അല്ലാ يقيما حدود الله وإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله ومن يتعد حدود الله فأولئك هم الظالمون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചു തരുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ ഉപദേശത്തിലൂടെ നന്നായില്ല, ശാരീരിക ബന്ധം വേർപെടുത്തിലൂടെ 2ാം ഘട്ടത്തിലൂടെ അവൾ നന്നായില്ല, മുറിവ് പറ്റാത്ത നിലയിലുള്ള അടി കൊടുത്തു നോക്കി, എന്നിട്ടും അവൾ നന്നാകുന്നില്ല. നിന്റെ കുടുംബക്കാരും അവളുടെ കുടുംബക്കാരും തമ്മിൽ 4ാമതായി ചർച്ച ചെയ്ത് നോക്കി, എന്നിട്ടും നന്നാകുന്നില്ലെങ്കിൽ 1 2 തലാഖ് ചൊല്ലണേ, 1 2 തലാഖ് കൊണ്ട് മതിയാക്കണേ. അത്വലാഖു മറതാൻ, അത്വലാഖു മറതാൻ. 1 2 തലാഖ് കൊണ്ട് മതിയാക്കുക. എന്താ അങ്ങനെ ചെയ്താലുള്ള ഗുണം? അങ്ങനെ ചെയ്താലുള്ള ഗുണം ആ 2 തലാഖ് ചൊല്ലിക്കഴിഞ്ഞാലും പെണ്ണിനെ തിരിച്ചെടുക്കൽ അവൻ അനുവദനീയമാവും. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് സാധാരണ കിട്ടാത്ത ക്ലാസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ സമയം എടുത്തിട്ട് സമയം കഴിഞ്ഞിട്ടും പറയുന്നു. തിരിച്ചെടുക്കൽ അനുവദനീയമാണ്. എന്നാൽ ഇവൻ കളിതമാശ വെച്ചിട്ട് 3ആമത് വീണ്ടും തലാഖ് ചൊല്ലുകയാണ്. നിന്നെ ഞാൻ 3 തലാഖ് ചൊല്ലിന്ന് ഒരാൾ പറഞ്ഞാലോ, സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് അവന് ഹറാമായി തീരുകയാണ്. പെണ്ണവന് നിഷിദ്ധമായി തീരുകയാണ്. അവർ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ഒറ്റ വാക്കിലൂടെ. അഥവാ തലാഖ് എന്നുള്ള പദം തന്നെ നമ്മുടെ നാവ് കൊണ്ട് വിവാഹ ജീവിതത്തിന് ശേഷം പറയാൻ പാടില്ല എന്നർത്ഥം. അത് വേണ്ട, ആ വാക്ക് നമ്മൾ കളഞ്ഞു.
മനസ്സിലാകുന്നുണ്ടോ? അങ്ങനത്തെ ഒരു പദം തന്നെ നമ്മളെ പറയും. ദേഷ്യം കൊണ്ടറിയാതെ നിന്നെ 3 തലാക്കില്ല എന്ന് പറഞ്ഞു പോയാൽ നാശമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നുകൊണ്ട് ലോകത്തിന്റെ നായകനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നിട്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന റിഫാഅത തല്ലഖനി ഫബത്ത തലാഖി. ന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആ പെണ്ണ്. ഒരു സഹാബിയായ മനുഷ്യന്റെ ഭാര്യയാണ് പെണ്ണ്. ആ പെണ്ണ് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന റിഫാ എന്നെ ത്വലാഖ് ചൊല്ലി നബിയേ, എന്നെ മൊഴി ചൊല്ലി നബിയേ. ഫബത്ത ത്വലാഖി 3 ത്വലാഖ് ചൊല്ലി കളഞ്ഞു നബിയേ. 3 ത്വലാഖ് ചൊല്ലി. അത് കാരണം ഉണ്ടായിട്ട് തന്നെയാണ്, അല്ലാതെ സ്വഹാബത്ത് ചെയ്യില്ലല്ലോ. കാരണം ഉണ്ടായിട്ട് ഒഴിവാക്കി. എന്നിട്ട് ഈ പെണ്ണ് വന്ന് നബിയോട് പറയാൻ, ഞാനിപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ എന്ന് പറയുന്ന മറ്റൊരു സഹാബി വര്യനെ വിവാഹം കഴിച്ചു നബിയേ. എന്റെ പ്രിയപ്പെട്ട അഴീക്കോട് ചെട്ടിയിലുള്ള ചെറുപ്പക്കാരെ ചിന്തിക്കണേ. ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് റിഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ആദ്യ ഭർത്താവാകുന്ന റിഫായുമായി നല്ല രീതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കെ എന്തോ ഒരു പ്രശ്നം എന്നിൽ ഉണ്ടായപ്പോ അദ്ദേഹം എന്നെ തലാഖ് ചൊല്ലിക്കളഞ്ഞു നബിയേ. 1 തലാഖല്ല, 2 തലാഖല്ല, ഫബത്ത തലാഖി 3 തലാഖ് ചൊല്ലി ഞാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കളഞ്ഞു നബിയേ. അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ, എന്റെ ഇത്തയുടെ കാലഘട്ടത്തിന് ശേഷം ഞാനിതാ അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറിനെ വിവാഹം കഴിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്നിട്ടോ എന്താണ് പ്രശ്നം? അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, എന്താണ് കാര്യം, എന്താണ് പറയണേ? അപ്പോഴാണ് ഇർഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ഇപ്പോഴുള്ള അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറുമായി എന്റെ ജീവിതം റാഹത്തല്ല, റാഹത്തല്ല. വഹുവ കഹുദൈലി സൗബിലി. മഹദി അവറുകൾ തന്റെ ശരീരത്തിൻ്റെതാകുന്ന തുണിയിട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ആട്ടിക്കാണിച്ചുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, വഹുവ കഹുദൈലി സൗബിലി, ഈ വസ്ത്രത്തിന്റെ തുണിയുടെ കോന്തല് പോലെയാണ്. അഥവാ അദ്ദേഹം ഇന്നീനാണ്, ഒരു കാര്യവും അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നില്ല. അഥവാ രാത്രിയിൽ 2ാം വിവാഹം കഴിച്ച അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ നിലകൊള്ളുമ്പോ അദ്ദേഹം എന്റെ അടുക്കലേക്ക് കടന്നു വരികയോ ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പെണ്ണിത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റിഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറിന്റെ ഭാര്യയായ ഇപ്പോഴത്തെ ഭാര്യയാകുന്ന പെണ്ണിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അത്രേ, അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് ആദ്യ ഭർത്താവാകുന്ന റിഫായിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുണ്ടല്ലേ? 1ാമത്തെ ഭർത്താവാകുന്ന റിഫായിലേക്ക് പോയാൽ കൊള്ളാന്ന് നിനക്ക് ആഗ്രഹമുണ്ടല്ലേ? മൂപ്പരാകുമ്പോ ഈ കാര്യത്തിലൊക്കെ ഉഷാറായിരുന്നു. മൂപ്പര് ഈ കാര്യത്തിലൊക്കെ ഉഷാറായിരുന്നു. ശാരീരിക ബന്ധത്തിന്റെ പ്രശ്നത്തിൽ ഒരു വിഷയമില്ല. ഇപ്പൊ 2ാമത്തെ ഭർത്താവായപ്പോ നിന്നെ അദ്ദേഹം പരിഗണിക്കുന്നില്ല. മൂപ്പരെപ്പോഴും നിസ്കാര വിഭാഗത്തും. ഇപ്പൊ നീ ആകെ കുടുങ്ങി. ഇപ്പൊ നിനക്ക് ആദ്യ ഭർത്താവിലേക്ക് പോയാൽ കൊള്ളാന്ന് നിന്റെ മനസ്സിലൊരു ആഗ്രഹം അല്ലെ? അതിനല്ലേ ഇപ്പൊ നീ എന്നോട് ഇത് ചോദിക്കുന്നത്? ഹബീബ് റസൂലുള്ളാഹി. ഈ പെണ്ണിന് നാണമൊന്നുമില്ല, നാണമില്ലാതെ ചോദിക്കാൻ. അങ്ങനെ ചോദിക്കണം, നിന്റെ വിഷയത്തിൽ മടിച്ചേക്കാൻ പാടില്ല. മറയിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറയിൽ നിന്ന് ഇങ്ങനെ മറുപടി കൊടുത്തു. നബി കൊടുത്തു. എന്തോ കൊടുത്തു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, ലാ ലാ ഇല്ലാ അൻ തദൂഖി വസൈലതഹു വയദൂഖ വസൈലതകി. പാടില്ല പൊന്നുമോളെ, പാടില്ല പൊന്നുമോളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ഇപ്പോഴത്തെ ഭർത്താവാകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ, അവൻ നിന്റെ മധു നുകരാതെ നീ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവരുമായിട്ടുള്ള മധുവിധി ആഘോഷിക്കാതെ, അവൻ നിന്റെ സ്വമേധയാ ത്വലാഖ് ചെല്ലാതെ നിനക്ക് ആദ്യ ഭർത്താവാകുന്ന റിഫായിലേക്ക് പോകാൻ പറ്റൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ഭർത്താവാകുന്ന റിഫായിലേക്ക് നിനക്ക് പോകണമെന്ന് ഇപ്പോൾ ഒരാഗ്രഹം, അത് പറ്റൂല. ഇപ്പോഴുള്ള നിന്റെ ഭർത്താവുമായിട്ട് നീ ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അദ്ദേഹം സ്വമേധയാ നിന്നെ ത്വലാക്ക് ചെല്ലണം, അല്ലാതെ പറ്റൂല. ഇവിടെ ചില ആളുകളൊക്കെ 3 തലാക്ക് ചൊല്ലി അറിയാതെ പെട്ടുപോയിട്ട് ഈ മസല കേട്ട് കഴിയുമ്പോൾ കൂട്ടുകാരനോട് പറയും, നമ്മുടെ പെണ്ണുമ്പോളെ ഒന്ന് കെട്ടിയിട്ട് നിങ്ങളൊന്ന് റാഹത്താക്കിക്കോ, റാഹത്താക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, 3 തലാക്ക് ചൊല്ലിയിട്ട് നമുക്കിങ്ങ് തന്നേക്ക്. കാരണം ദീൻ പറഞ്ഞനുസരിച്ച് തന്നെ ചെയ്യാൻ. അങ്ങനെ പറ്റൂല, അത് പറ്റൂല. അവന് സ്വമേധയാ തലാക്കലാണ്. അല്ല നിങ്ങൾ തമ്മിൽ ഒരു 15,000 റുപ്യ കൊടുത്തിട്ട് ഇടപാട് ചെയ്തിട്ട് നീ 3 തലാക്ക് തിന്നിട്ട് ഇങ്ങ് തന്നേക്ക്, നിങ്ങൾ തമ്മിൽ ബന്ധമൊക്കെ പെട്ടോ, ഒന്നും വിഷയമൊന്നുമില്ല, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഒഴിവാക്കി തന്നേക്ക് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ത്വലാക്ക് നീ 3 എണ്ണം ചെല്ലിയാൽ നീ എടങ്ങേറിലാകും. നിനക്കത് ബുദ്ധിമുട്ടാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ലാ ഇല്ലാ തദൂഖി ഉസൈലതഹു വയദൂഖ ഉസൈലതകി. അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോളെ, അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോളെ, അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ എന്ന് പറയുന്ന നിന്റെ ഇപ്പോഴത്തെ ഭർത്താവുണ്ടല്ലോ, അദ്ദേഹമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അദ്ദേഹം സ്വമേധയാ നിന്നെ ത്വലാക്ക് ചൊല്ലി അതിന്റെ ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞിട്ടല്ലാതെ ഒന്നാമത്തെ ഭർത്താവാകുന്ന റിഫായിലേക്ക് മടങ്ങാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട് വൈവാഹിക ജീവിതത്തിൽ അറിയാതെ അബദ്ധത്തിൽ പോയി ചാടുന്നവർ. തലാക്ക് തമാശയല്ല കേട്ടോ. 3 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സാബാ, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സാബാ. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ ശഫീഉനാ റസൂലുള്ളാഹി. അതിലെ കാര്യങ്ങൾ കാര്യം തന്നെയാണ്, അതിലെ കളിതമാശകൾ കാര്യം തന്നെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിലൊന്നാദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, പെങ്ങളെ പഠിച്ചു വെക്കണേ എന്റെ പ്രിയപ്പെട്ട മംഗമാരെ, മുസ്ലിം പ്രിയപ്പെട്ട സഹോദരിമാര്, പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്ത് വ്യക്തമായ രീതിയിൽ പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ഹസ്ലുൻ. അതിലെ കാര്യങ്ങൾ കാര്യം തന്നെയാണ്, അതിലെ കളിതമാശയും കാര്യം തന്നെയാണ്. ഏതൊക്കെയെന്നറിയുമോ ചെറുപ്പക്കാരാ? ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആദ്യമായി ലോകത്തിന്റെ നായകൻ പറഞ്ഞത് അന്നിക്കാ, വിവാഹമാണ്. ചില സഹോദരങ്ങൾ കടന്നു വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തമ്മിൽ കളിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ മോളെ, എന്റെ പ്രായപൂർത്തിയെത്തിയ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ കേൾക്കേണ്ട താമസം, ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമായി അവർക്കിടയിൽ നിക്കാഹ് ബന്ധം നടന്നുവെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അതുകൊണ്ട് ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധ വെച്ച് പുലർത്തണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാ, അത്തലാഖ്. ഒന്നാമത് നിക്കാഹാണെങ്കിൽ രണ്ടാമത് തലാഖാണ്. ഒരു പാവപ്പെട്ട സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, അവളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാൽ പോലും, നിന്നെ ഞാൻ 3 തലാഖ് ചൊല്ലി പെണ്ണേ എന്ന് ആ പാവപ്പെട്ട പെണ്ണിനോട് നിന്നെ വാഗൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലയോ പൊന്നുമോനെ, നിങ്ങൾക്കിടയിലുള്ള ജീവിതം എന്നേക്കുമായി ഹറാമായി. പിന്നെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ടുള്ള ബന്ധം നിനക്ക് ഹലാലായ മാർഗത്തിലൂടെ ആകണോ, നിനക്ക് വിവാഹ ജീവിതത്തിലൂടെ കൊണ്ടുവരണോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മറ്റൊരുത്തനുമായിട്ടുള്ള ബന്ധത്തിലൂടെ കഴിഞ്ഞതിന് ശേഷം, അഥവാ നീ തലാഖ് ചൊല്ലിക്കഴിഞ്ഞ് അവരുടെ ഇത്തയുടെ കാലഘട്ടം കഴിഞ്ഞ് മറ്റൊരു പുരുഷനുമായി വിവാഹബന്ധം കഴിച്ച് അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവൻ സ്വമേധയാ തലാഖ് ചൊല്ലി അതിന്റെ ഇത്തയും കഴിഞ്ഞിട്ടല്ലാതെ നിനക്ക് ഹലാലാവൂല. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ഹസ്ലുൻ ശഫീഉനാ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം കളി തമാശ പാടില്ല. എന്ത് വിഷയത്തിൽ? നിക്കാഹിന്റെ വിഷയത്തിൽ, ത്വലാഖിന്റെ വിഷയത്തിൽ. മൂന്നാമതായി റസൂലുള്ളാഹി പറയുകയാണ് റജഅന്റെ കാര്യം, അഥവാ മടക്കിയെടുക്കുന്നു എന്നുള്ളതാകുന്ന ഭാര്യയെ മടക്കിയെടുക്കുന്നുള്ളതാകുന്ന കൗലം, അത് തമാശയല്ല. അത് തമാശയിലൂടെ പറഞ്ഞാലും അത് കാര്യമായി തീരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്ന് കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കളിതമാശയ്ക്ക് പറഞ്ഞാലും ഒരു കൂട്ടുകാരൻ പറയാ, എടാ എന്റെ മോളെ നിനക്ക് വിവാഹം ചെയ്തു, അതുകൊണ്ടാണ് അവൻ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു. അതുകൊണ്ടല്ലേ വേറെ ആരും ഇടയ്ക്ക് അറിയിക്കാൻ വേണ്ടി ഖാദിയാർ എന്ത് ചെയ്യുന്നത്? പെണ്ണിന്റെ വാപ്പാടെ കൈ പിടിച്ച് ഇറക്കന്റെ കൈക്ക് പിടിച്ച് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഖാദിയാർ എന്റെ മുകളിൽ കൈ വെച്ചിട്ട് പറയും. കാരണം എന്താണ്? ഏതെങ്കിലും ഒരുത്തൻ എന്റെ മകളെ വിവാഹം കഴിച്ചു, അൽഹംദുലില്ലാ നമ്മൾ സ്വീകരിച്ചു കേട്ടാ എന്ന് പറഞ്ഞാൽ തീർന്നു. അല്ലാഹ് ഹലാസ്. അതുകൊണ്ട് ഇവന്റെ കൈക്കാണ് പിടിച്ചിട്ട് നേരെ മുഖത്ത് നോക്കി പറയുന്നു, ഇവന്റെ തന്നെ മുഖത്ത് നോക്ക്, അപ്പുറത്തിരുന്ന് ഒരുത്ത് നമ്മൾ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അള്ളാഹത്ത് പോയി. മനസ്സിലാകുന്നുണ്ടോ? സാധി നേരത്തെ പറയണ്ടായിരുന്നു, നമ്മൾ പലരും സ്നേഹിച്ച പെണ്ണുങ്ങളും ഒക്കെ പല വാപ്പമാര് കെട്ടിച്ചു കഴിഞ്ഞ് അറിഞ്ഞിരുന്നു നമ്മൾ അവിടെ വെച്ചത് പറഞ്ഞാലും വെച്ചത്. അതിന് നിങ്ങൾ നിൽക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരി. ചുരുക്കത്തിൽ തലാഖ് എന്നുള്ള പദം വരെ പറയാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബ്ഗദു ഇലല്ലാഹി മിനൽ ഹലാലി അത്വലാഖ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവരായ പടച്ചറപ്പില്ലയോ, ആ റബ്ബിന് ഏറ്റവും ദേഷ്യമുള്ളതായ സംഗതി ഏതെന്നറിയുമോ സഹോദര? സംഗതി ഏതെന്നറിയുമോ പെങ്ങളെ? അൽമിനൽ ഹലാലി അത്വലാഖ്. ഒരു പാവപ്പെട്ട സഹോദരൻ അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാരണമുണ്ടായിട്ട് തന്നെ ത്വലാഖ് ചൊല്ലലാണ്, വിവാഹമോചനം നടത്തലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അറിയാതെ നീ ചെയ്തു പോയാലും, അറിയാതെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ തലാഖ് ചൊല്ലിയാലും ആ തലാഖ് സംഭവിക്കുന്നതാണെന്ന് ഉലമാക്കൾ പറയുമ്പോ, അഥവാ നീ കളിതമാശയ്ക്ക് വേണ്ടി പറഞ്ഞാൽ തന്നെ ആ തലാഖ് സംഭവിക്കുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നോടൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ കുടുംബത്തിലൊരു വിഷയം നടന്നു, ആ വിഷയം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കണം. ഞാൻ ചോദിച്ചു എന്താ വിഷയം? വിഷയമൊന്നുമല്ല, ഞങ്ങൾ ഭാര്യയായിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, ഒരേ തളികയിലിരുന്ന് വയലൊക്കെ കേട്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയനുസരിച്ച് അങ്ങനെ പോകുന്നു. ഞാൻ നിർത്താൻ ഇനി നീട്ടുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വലിയ അപകടമാണ്. ഈ വിഷയം നമ്മൾ പഠിക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളാണ് ഇത്. പഠിക്കണേ മുഅ്മിനേ, ജീവിതത്തിൽ ഉൾക്കൊള്ളണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു സഹോദരൻ വിളിച്ചിട്ട് പറയാ, ഉസ്താദേ എന്റെ ഭാര്യ, മക്കള്, കുടുംബാദികളൊക്കെ ഒരു തീന്മേശയിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു, വാല് കേട്ടിട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്ന് കേട്ടിട്ട് ഞങ്ങൾ അങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ എപ്പോഴും വൈകിയാണ് വരിക, പക്ഷെ അൽഹംദുലില്ലാഹ് കുടുംബാദികളൊക്കെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും. എന്റെ ഭാര്യ കൊണ്ട്, മാതാപിതാക്കൾ നേരത്തെ മരണപ്പെട്ടു പോയി, ഭാര്യ കൊണ്ട്, മക്കളുണ്ട്, ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞങ്ങൾ ഒന്ന് രണ്ട് തമാശയൊക്കെ പറയും. അങ്ങനെ തമാശ പറഞ്ഞ് എന്റെ ഭാര്യ എന്നെ കളിയാക്കി, ഞാൻ ഭാര്യയെ കളിയാക്കി, ഭാര്യ വീണ്ടും എന്നെ കളിയാക്കി. എനിക്കത് നല്ലപോലെ നൊന്തു. കാരണം എന്താണ്? എന്റെ പ്രിയപ്പെട്ട മക്കൾ നല്ലതുപോലെ ഇരുന്ന് ചിരിച്ചു, എനിക്ക് നല്ലതുപോലെ കൊണ്ടു. ഞാൻ എഴുന്നേറ്റിട്ട് അറിയാതെ പറഞ്ഞു പോയി, നിന്നെ ഞാൻ 3 തലാഖിലിരിക്കുന്നു. എഴുന്നേറ്റ് ഒറ്റ വാക്കിന് പറഞ്ഞു, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന്? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ആ പെണ്ണ് വേറൊരുത്തം വിവാഹം കഴിക്കുന്നതിന് അതിനെ കാര്യം പഠിക്കണം. ഒരാൾ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, 3 തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യയുടെ ഇദ്ദ കഴിയണം. ഇവിടെ ചില ആളുകൾ എന്ത് ചെയ്യും? ഓൻ എന്റെ മകളെ തലാഖ് ഇല്ല, അതുകൊണ്ട് അവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ മകളെ കെട്ടിച്ചു വിടണം. പറ്റൂല. ആ മകളുടെ ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഖിത്ബത്ത് പറ്റുള്ളൂ, കല്യാണ ആലോചന തന്നെ പറ്റുള്ളൂ. ഇതാണ് ഉലമാക്കൾ, പണ്ഡിതൻ, മുഹഖിഖുൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആര് ശ്രദ്ധിക്കുന്നു? ഇവിടെ ആരാണിത് ശ്രദ്ധിക്കുന്നത്? വിവാഹമോചനം കഴിഞ്ഞു, പിറ്റേ ദിവസം തന്നെ അവൻ കെട്ടുന്നതിന് മുമ്പ്, അവന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ എന്റെ മോളെ ഞാൻ വിവാഹം കഴിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് വാശി പിടിപ്പിക്കുക. എന്റെ മോളുടെ ഇദ്ദയുടെ കാലഘട്ടം കഴിയണം. ഇദ്ദയുടെ കാലഘട്ടം കഴിയാതെ അവളെ കൊണ്ടുപോയി നീ മറ്റൊരു വിവാഹത്തിന് വേണ്ടി കല്യാണ ആലോചന പോലും നടത്താൻ പാടില്ല. ഇതൊക്കെ ഉലമാക്കൾ പറയാം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചുരുക്കത്തിൽ തലാഖ് നിസ്സാരമല്ല, കളിതമാശയല്ല, ഗൗരവമുള്ള വിഷയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, തല്ലഖതു ഇംറാതി മിഅത മറ. ഹബീബായ നബി തങ്ങളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ 100 വട്ടം തലാഖ് ചൊല്ലി നബിയേ, 100 പ്രാവശ്യം തലാഖ് ചൊല്ലി നബിയേ. പഴയ ജാഹിലിയ കാലഘട്ടം, വിവരമില്ലാത്ത കാലഘട്ടം. എത്ര വട്ടം? മുത്തലാഖല്ല വിവാദം, മുത്തലാഖല്ല 100 തലാഖ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു 1400 കൊല്ലം മുമ്പ്. ഇത് കേൾക്കുന്നവർ ഇനി നാളെ മുതൽ അതിനുവേണ്ടി പത്രം എഴുതിക്കോളൂ. എന്താണ് 100 തലാഖ് ചൊല്ലിയെന്ന് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയാം. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു 97 പാപങ്ങൾ നിന്റെ പെരടിയിലാണ് ഹബീബ് റസൂലുള്ളാഹി. എന്താ കാരണം? 97 ശിക്ഷകൾ നിനക്കുണ്ട്. എന്താ കാരണം? അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചത് ആകെ അങ്ങേയറ്റം പോയാൽ 3 തലാഖാണ്. പിന്നെ നിനക്ക് എവിടുന്ന് വന്നു? ബാക്കി 97 തലാഖുകൾ. അപ്പൊ 97 പാപങ്ങൾ നിന്റെ പെരടിയിലുണ്ട് ഹബീബ് റസൂലുള്ളാഹി. വെറുതെ അങ്ങോട്ട് ചുമ്മാ തലാഖെല്ലാം പാടില്ല, വെറുതെ തലാഖെല്ലാം പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുകയാണ്, ഇബ്നു അബ്ബാസ്, തല്ലഖതു ഇംറാതി അൽഫ തത്ലീഖാ. അല്ലേ ഇബ്നു അബ്ബാസേ, അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയല്ലയോ, റസൂലുള്ളാഹിന്റെ കൊച്ചാപ്പയല്ലയോ, നിങ്ങൾ പറഞ്ഞു തരണേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ 1000 തലാഖ് ചൊല്ലിക്കളഞ്ഞു. 100 അല്ല, എത്ര? 1000 തലാഖ്. മുത്തലാഖല്ല ഇവിടെ പറയുന്നത്. എത്രയാണ്? 1000 തലാഖ്. 1000 തലാഖ് ചൊല്ലിയെന്ന് ഒരാൾ വന്നിട്ട് പറയുക, എന്റെ ഭാര്യ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉടനെ തന്നെ ദേഷ്യത്തോടുകൂടി പറഞ്ഞു, അത്രേ, നിങ്ങൾ ഓരോരുത്തരും അനാവശ്യമൊക്കെ ചെയ്തു വെച്ചിട്ട് എന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ഇബ്നു അബ്ബാസ് എന്ന് ചോദിക്കും. ഇബ്നു അബ്ബാസ് എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് മസല ചോദിക്കും. ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്നോട് വന്ന് മസല ചോദിച്ചുകൂടായിരുന്നോ? ദേഷ്യം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാവിനെ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകരുത്. ഏറ്റവും വലിയ ധൈര്യശാലി ആരെന്നറിയുമോ? ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരെന്നറിയുമോ? പോർക്കളത്തിലെ രണഭൂമിയിലെ തന്റെ പ്രതിയോഗിയെ മലർത്തി അടിക്കുന്നവനല്ല, മറിച്ച് ദേഷ്യം വരുമ്പോ മനസ്സിനെ കടിഞ്ഞാണിടുന്നവനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലൈസ ശദീദു ബിസ്സുറാ ഇന്നമ ശദീദുല്ലദീ മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബി. ശത്രുവിനെ അടിച്ചു മലർത്തുന്നവനല്ല ഏറ്റവും വലിയ ആരോഗ്യം, ഏറ്റവും വലിയ ധൈര്യശാലി, ഏറ്റവും വലിയ തന്ത്രശാലി. പിന്നെ ആരാണ്? ദേഷ്യം വരുന്ന സമയത്ത് മനസ്സിനെ കടിഞ്ഞാണിടാൻ കഴിയണം. ദേഷ്യം വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താ? നിൽക്കുന്ന സമയത്ത്, ഭാര്യയോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭർത്താവിനോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിലോ കടക്കണം. എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിലോ നേരെ പോയി ഒളു എടുക്കണം. എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിലോ പോയി നിയ്യത്ത് വെച്ച് കുടിക്കണം. ഹബീബ് റസൂലുള്ളാഹി. എടാ, ദേഷ്യം എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരം രക്തം ഇങ്ങനെ തിളച്ച് നിൽക്കണം. ആ സമയത്ത് ചെയ്യണം നല്ല ഒളു എടുക്കുക, നല്ല വെള്ളം, നല്ല നിയ്യത്ത് വെച്ച് ഒളു എടുക്കുക. ആദ്യം ദേഷ്യം വന്ന് നീ നിൽക്കുന്ന സമയത്താണെങ്കിൽ വേഗം ദേഷ്യം വരുമ്പോൾ അങ്ങനെ കൂടി ഇരിക്കണം. എന്നിട്ട് നിനക്ക് ദേഷ്യം വരുന്നില്ല, കസേര എടുത്ത് തലക്കടിക്കാനാണ് തോന്നുന്നത്. അപ്പൊ നീ എന്ത് ചെയ്തേക്കാം? വേഗം തന്നെ വിഷയമില്ല, വലതുവശം തിരിച്ച് കടന്നേക്കാം. അല്ല, നമ്മുടെ സ്വാഭാവിക അവസ്ഥ പറയാണ്, മാനസിക അവസ്ഥ പറയാം. ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണല്ലോ, കൈ കിട്ടുന്ന വെച്ച് അടിക്കും. അവളുടെ മൊബൈൽ ഫോണൊക്കെ വരച്ച് ദൂരോട്ട് എറിയും. പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ പറയും, എന്ത് ചെയ്യാം മൊബൈൽ ഫോൺ? അതെല്ലാം കൂടെ ഇവൻ തന്നെ പറക്കി സിമ്മൊക്കെ എടുത്തിട്ട് ഇവൻ തന്നെ 10,000 രൂപ എടുത്തിട്ട് എങ്ങനെയെങ്കിലും വാങ്ങിച്ചാണ്. അവസാനം ഇവൻ തന്നെ കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയിട്ട് എല്ലാം കഴിയുമ്പോൾ ഇവളുടെ നടുവത്ത് ഇവൻ തന്നെ വിക്സ് ഇട്ട് തിരുമ്പി ഇവൻ തന്നെ എല്ലാം റാഹത്താക്കി ഇവൻ തന്നെ കടയിൽ കൊണ്ട് നന്നായി കൊടുത്തു. ഇവൻ്റെ പൈസ പിന്നെ പോയി. 10 ദിവസം ഓള് പിന്നെ അടുക്കള കയറുന്നില്ല. ഇവൻ തന്നെ അടുക്കള കയറി കുക്കിംഗ് നടത്തി. ഇവൻ തന്നെ ദേഷ്യം കൊണ്ട് കാണിച്ചാണ് ഇടിയും തൊഴിയൊക്കെ. അവസാനം ഇവൻ തന്നെ ഇതിനൊക്കെ സമാധാനം. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ ആ സെക്കൻഡിൽ നീ ചെയ്യേണ്ടത് ഇതാണ്. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളോട് പറഞ്ഞില്ലയോ? ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തിയില്ലയോ? അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കൊരു പരാതി
പരാതിയുണ്ട് നബിയേ, ഞങ്ങൾക്കൊരു പരാതിയുണ്ട് നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അഴീക്കോട് ചട്ടിയിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ സദസ്സ് പിരിയും അവസാനമായിട്ടൊരു ചരിത്രം കുമ്മനം ഉസ്താദിന് ഓർമ്മപ്പെടുത്താനുള്ളത്, തന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരാകുന്ന പാവപ്പെട്ട സഹോദരങ്ങള് കടലിന്റെ ആഴിയിലേക്ക് മത്സ്യം നേടിക്കൊണ്ട് ഇറങ്ങി ചെല്ലുന്ന പാവപ്പെട്ടവരാകുന്ന ഈ സഹോദരങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണേ, സംരക്ഷിക്കണേ. അവർ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയിട്ട് കടലിന്റെ ആഴിയിലേക്ക് ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. പാവപ്പെട്ട ഭർത്താവാണ് അദ്ദേഹം, പാവപ്പെട്ട സഹോദരനാണ് അദ്ദേഹം, കൂലിത്തൊഴിലാളിയാണ് അദ്ദേഹം, ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവപ്പെട്ടവനാണ്, പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവനാണ്, മത്സ്യത്തൊഴിലാളിയാണ്. ആ മീൻ കോരി കൊണ്ടുവന്ന് തന്റെ നാട്ടുകാർക്ക് വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നിന്നെ പോറ്റുന്നവനാണ്. ആ പാവപ്പെട്ട ഭർത്താവിനെ കണ്ടില്ല, അദ്ദേഹത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ പൊന്നുമോള് നീ പോകരുതേ, പോകരുതേ. അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ലോകത്തിന്റെ നായകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഹബീബായ നബി തങ്ങളേ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് പരാതിയുണ്ട് നബിയേ. എന്താണ് പരാതി എന്നറിയണ്ടയോ? പുരുഷന്മാർക്ക് ജുമഅയ്ക്ക് വരാ, പുരുഷന്മാർക്ക് ജമാഅത്തിന് വരാ, പുരുഷന്മാർക്ക് യുദ്ധത്തിന് പോകാ, എല്ലാ കൂലി കിട്ടുന്ന സ്ഥലത്തേക്കും പുരുഷന്മാരെ പറഞ്ഞയച്ച നബിയേ, ഞങ്ങൾക്ക് എന്തേ സ്ഥാനം തരാത്തത്? എന്തേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹാബിയത്താകുന്ന പെണ്ണ് ചോദിക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബിദ്അത്തിന്റെ ആളുകളുണ്ടെങ്കിൽ, പുസ്തകം പ്രസ്ഥാനക്കാരായ സഹോദരങ്ങളുണ്ടെങ്കിൽ കേൾക്കണേ, പഠിക്കണേ, ജീവിതത്തിൽ കൊണ്ടുവരണേ, മനസ്സിലാക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്മാ എന്ന് പറയുന്ന സഹാബിയത്താകുന്ന വനിത കടന്നു വന്നുകൊണ്ട് ലോകത്തിന്റെ നായകനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞു, അത്രേ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവില്ലയോ, ആ പാവപ്പെട്ട ഭർത്താവിനെ അനുസരിക്കാൻ നീ തയ്യാറാകണേ പെണ്ണേ. 5 വഖത്ത് നമസ്കാരങ്ങൾ, 5 വഖത്ത് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്കളികൾ നിന്റെ കർണപുടത്തിലെ കളികൾ കൊള്ളുമ്പോ ഒതുവെടുത്തുകൊണ്ട് വീടിന്റെ അകത്തളത്തിൽ കയറിയിട്ട് ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിച്ചിട്ട് കടലിന്റെ ആഴിയിലേക്ക് നിനക്ക് വേണ്ടി അന്നം തേടി പുറപ്പെട്ട, നിന്റെ മക്കൾക്ക് വേണ്ടി അന്നം തേടി പുറപ്പെട്ട നിന്റെ പാവപ്പെട്ട ഭർത്താവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്ക് പെണ്ണേ, ദ്വാരക്ക് പെണ്ണേ. ആ പാവപ്പെട്ട ഭർത്താവ് നിനക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ അറബിയുടെ അടുക്കലാകട്ടെ, പ്രവാസ ലോകത്താകട്ടെ, ഏത് യജമാനന്റെ കീഴിലാകട്ടെ, ഏത് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വക്താവാകട്ടെ, ഏത് രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നവനാകട്ടെ, നിനക്ക് വേണ്ടി അന്നം തേടുന്ന പാവപ്പെട്ട സാരികാകുന്ന പാവപ്പെട്ട പേക്കോലമുള്ളതാകുന്ന മനുഷ്യനുണ്ടല്ലോ, കണ്ടാൽ വല്ലാതെ മോശത്തരത്തിലേക്ക് എത്തുന്ന, നിനക്ക് വേണ്ടി ആഹാരം തേടി പുറപ്പെട്ട് വൈകുന്നേരമാകുമ്പോ മുഖം ചുളിച്ചുകൊണ്ട് താടി ചുളിച്ചുകൊണ്ട് ക്ഷീണിച്ചവശനായി പരവശനായി വരുമ്പോഴും നിന്റെ മക്കളെ വാരിപ്പുണരുന്ന, നിന്റെ സൗഖ്യങ്ങൾക്ക് വേണ്ടി നിന്റെ കൂടെ കടന്നുറങ്ങുന്ന, നിന്നോടൊപ്പം അനുരാഗം വെച്ച് പുലർത്തുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിന് വേണ്ടി നീ ദുആ ചെയ്യണേ. മാത്രമല്ല റസൂലുള്ളാഹി പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യൽ മാത്രമല്ല, നമസ്കരിക്കൽ മാത്രമല്ല, പരിശുദ്ധമാകുന്ന റമദാൻ കടന്നു വരുമ്പോ നീ നോമ്പുകൾ പരിപൂർണമായി പിടിക്കണേ. ആ ഭർത്താവിനനുസരിച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ കഴിഞ്ഞുകൂടി നമസ്കാര വിവാദത്തുമായി നീ കഴിഞ്ഞുകൂടിയാൽ നിനക്ക് സ്വർഗമുണ്ട് പെണ്ണേ, നിനക്ക് സ്വർഗമുണ്ട് പെണ്ണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ ജുമഅയ്ക്ക് വരേണ്ടതില്ല, അത് നിന്റെ ഭർത്താവിന്റെ കടമയാണ്, അത് നിന്റെ ആൺമക്കളുടെ കടമയാണ്. നീ ജമാഅത്തിന് വരണ്ട, അത് നിന്റെ ഭർത്താവിന്റെ കടമയാണ്. 5 നേരം പള്ളിയിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കണ്ട കടമ അത് നിന്റെ ഭർത്താവിന്റെ കടമയാണ്. അത് പാവപ്പെട്ടവൻ നിർവഹിക്കുമ്പോ സ്വാതന്ത്ര്യം നിനക്ക് നൽകുകയാണ് വിശുദ്ധ ഇസ്ലാം. നീ പള്ളിയിൽ വരണ്ട പെണ്ണേ, നീ ജമാഅത്തിന് വരണ്ട, നീ ജുമഅയ്ക്ക് പോകണ്ട, നീ കടലിന്റെ ആഴിയിലേക്ക് മത്സ്യം തേടി പോകണ്ട, നീ കച്ചവടത്തിന് പോകണ്ട, നീ ബിസിനസിന് പോകണ്ട, നിന്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കണ്ട. നീ വീടിന്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൊണ്ട് നിന്റെ പാവപ്പെട്ട ഭർത്താവിന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്ത് 5 നേരം നമസ്കരിച്ചുകൊണ്ട് അല്ലാഹുവേ പടച്ച റബ്ബേ, എന്റെ ഭർത്താവിനോടൊപ്പം എന്റെ മക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ,
എന്ന പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ കഴിയ പെണ്ണേ, എന്നാ നിനക്ക് സ്വർഗമുണ്ടെന്ന് ആദരവായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം